മനു തോമസ് എന്ന് പറയുന്ന ജില്ലാ കമ്മിറ്റി അംഗത്തെ പുറത്താക്കി എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. എന്തുകൊണ്ട് മനു തോമസ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നു? നിങ്ങളീ പറഞ്ഞ തരത്തിലുള്ള വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ചില ഒന്നോ രണ്ടോ മാധ്യമ സ്ഥാപനങ്ങളാണ്, ചാനലുകളാണ് അവരുടെ ഓൺലൈൻ മീഡിയയിൽ അതുപോലെ തന്നെ അല്ലാതെയും ഈ വാർത്ത സംപ്രേഷണം ചെയ്തിരിക്കുന്നത്. ആ ചാനലുകൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കൂടെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ആ വാർത്ത എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ഞാൻ വരികയാണെങ്കിൽ ഞാൻ അവരോട് ആദ്യം അത് ചോദിക്കണമെന്നാണ് വിചാരിച്ചത്. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിവരം കിട്ടിയത്, അതിൻ്റെ സോഴ്സ് എന്താണെന്ന് അവരോട് ചോദിച്ചിട്ട് പറയാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആളുകളെ കൊടുത്ത് കാണുന്നില്ല. അപ്പോൾ സാമ്പത്തിക ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടല്ല, എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്ന വാർത്ത തന്നെ തെറ്റാണ്. ഞാൻ CPMൻ്റെ ഔദ്യോഗികമായ ആളുകളോട് അതിൻ്റെ നേതൃത്വത്തോട് നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണ്. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. ഞാൻ പാർട്ടിയിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അവസാനിപ്പിച്ച് പുറത്തേക്ക് പോയ ആളാണ്. കഴിഞ്ഞ ഒരു വർഷമായി പാർട്ടി പ്രവർത്തനങ്ങൾക്കകത്ത് ഞാൻ പങ്കെടുക്കുന്നില്ല. അതേ തുടർന്ന് തന്നെ ഈ കഴിഞ്ഞ വർഷാവർഷമാണല്ലോ CPMൻ്റെ മെമ്പർഷിപ്പ് പുതുക്കുന്ന നടപടി ഉള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ CPMൻ്റെ മെമ്പർഷിപ്പ് പുതുക്കുന്ന വേളയിൽ ഞാൻ മെമ്പർഷിപ്പ് പുതുക്കാനും തയ്യാറായിരുന്നില്ല. അതിനെ തുടർന്ന് സ്വാഭാവികമായും അതിൻ്റെ സംഘടനാപരമായ രീതിക്കനുസരിച്ച് തന്നെ ഇപ്പോൾ ഒഴിവാക്കി, പാർട്ടി ഘടകത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ള നടപടിയായിരിക്കണം സ്വീകരിച്ചിട്ടുണ്ടാവുക. അതാണ് സംഭവിച്ചിട്ടുള്ളത്. സ്വാഭാവിക ഒരു ചോദ്യമുണ്ടല്ലോ, അതായത് CPMൻ്റെ കണ്ണൂർ പോലെ ഒരു സ്ഥലത്തെ ജില്ലാ കമ്മിറ്റി അംഗം, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം, DYFIയുടെ ഏറ്റവും ശക്തമായ സംഘടനാ ബലമുള്ള കണ്ണൂരിൻ്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇരുന്ന മനു എന്തുകൊണ്ട് ഇങ്ങനെ വേണ്ട എന്ന് തീരുമാനിച്ചു? അല്ല, അത് ഞാൻ ഒരു വ്യക്തി എന്ന നിലയിൽ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ, സംഘടനയിൽ പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ്. ആ പാർട്ടി രംഗത്തു നിന്നല്ല സംഘടനാ രംഗത്തു നിന്നോ പ്രവർത്തിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് എൻ്റെ വ്യക്തിപരമായ ചോയ്സാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തീരുമാനിച്ചത്. അതിന് പിന്നെ സ്വാഭാവികമായും ഘടകങ്ങളുണ്ടാവാം. ഞാൻ തുടങ്ങുന്നതിനും ഘടകം ഉണ്ടാകാം, അവസാനിപ്പിക്കുന്നതിനും ഘടകം ഉണ്ടാകാം. അത്തരത്തിൽ ചില കാര്യങ്ങൾ മാത്രമാണ് എന്നെ അതിന് പ്രേരിപ്പിച്ചിട്ടുള്ളത്. സ്വാഭാവികമായി എന്തുകൊണ്ട് എന്നൊരു ചോദ്യമില്ലേ, അത് പറയാൻ കഴിയില്ല, എന്തുകൊണ്ടാണത് വേണ്ടെന്ന് വെച്ചത്? അല്ല, ഞാനത് പറഞ്ഞിട്ടിപ്പോൾ ഒരു പുതിയൊരു വിഭാഗത്തിലേക്ക്, പ്രശ്നങ്ങളിലേക്ക് പോകുന്നില്ല. അത് നേരത്തെ തന്നെ ചില മാധ്യമങ്ങളിലൊക്കെ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഈ ഊഹാപോഹങ്ങളൊക്കെ വന്ന കാര്യങ്ങളാണ്. ഞാൻ അതിൻ്റെ ഇതിലേക്ക് പോകുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് വന്ന ഒരാളാണ്. ഇനിയിപ്പം ഞാനത് പറഞ്ഞിട്ട് വീണ്ടും അത് ഇപ്പം ആ സംഘടനയ്ക്കകത്തുനിന്ന് തിരുത്താൻ വേണ്ടി പോകുന്നില്ല. അതിനുള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ട് തിരുത്തപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ പുറത്ത് വന്നിട്ട് പറഞ്ഞിട്ട് ഇനി ആ സംഘടനയ്ക്കകത്തു നിന്ന് തിരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്ത് ഇപ്പോൾ പറയാൻ ആളല്ല. ചോദിക്കട്ടെ, അതായത് താങ്കൾ സംഘടനയ്ക്ക് ഒരു പരാതി കൊടുത്തിരുന്നു, ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു നേതാവിനെ കുറിച്ച്, പദവി വഹിക്കുന്ന ഒരാളെക്കുറിച്ച്. എന്തായിരുന്നു ആ പരാതി കൊണ്ടുള്ളത്? അത് തീർച്ചയായും അത് പറയുന്നൊന്നുമില്ല. ഇത് ഇത്രയേ ഉള്ളൂ. CPMൻ്റെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ല പോലുള്ള സ്ഥലത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ആ കാര്യങ്ങൾ തിരുത്തേണ്ട കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ തിരുത്തണമെന്ന അഭിപ്രായമാണ് ഞാൻ ഉന്നയിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്കൊരു മനസ്സിലായ ഒരു കാര്യം, അത്തരം കാര്യങ്ങളൊന്നും പൂർണ്ണമായി തിരുത്തി പോകാൻ കഴിയില്ല. കാരണം പലപ്പോഴും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിൽ പല കാര്യങ്ങൾക്കകത്തും അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ്, CPM സംബന്ധിച്ച് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പല ആളുകളോടും അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. ഇതിപ്പോൾ എല്ലാവരെയും മടക്കാൻ പറ്റില്ല, ഇങ്ങനത്തെ കാര്യം ഉണ്ടാവും. അപ്പോൾ അത്തരം കാര്യങ്ങൾ തിരുത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ ഞാൻ ന്യൂനപക്ഷമായിരിക്കും, അപ്പം അപ്പുറത്തായിരിക്കും ഭൂരിപക്ഷം ആളുകൾ. സ്വാഭാവികമായിട്ടും ഞാൻ മാറി നിൽക്കുക എന്നുള്ളതായിരിക്കും അതിൻ്റെ ഏറ്റവും നല്ല. അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. എനിക്കിപ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് പ്രത്യേകിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നേടാനോ അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹങ്ങളോ ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. അതിനകത്ത് നിന്നുകൊണ്ട് എന്തെങ്കിലും നേടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതെല്ലാം സഹിച്ചും കേട്ടും അറിഞ്ഞിട്ടും അറിയാതെയൊക്കെ എനിക്ക് വേണമെങ്കിൽ നിൽക്കാം. കുറച്ചുകൂടി ഫ്രാങ്ക്